ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ജനവാസ മേഖലയ്ക്ക് സമീപം ഇറങ്ങിയ കടുവയെ പിടികൂടാൻ നടപടി വനംവകുപ്പ് ഊർജിതമാക്കി. അരണക്കല്ലിൽ ഇറങ്ങിയ കടുവയ്ക്കായി 6 കൂടുകളും ക്യാമറ ട്രാപ്പും സ്ഥാപിച്ചു കഴിഞ്ഞു. അരണക്കല്ലിൽ നിന്ന് രാഹുൽ വിജയന്റെ റിപ്പോർട്ട്. മറയൂർ പാമ്പൻമലയിൽ നിന്ന് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട കടുവ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 1 മാസമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ആ കടുവയെ കൊണ്ട് പൊറുതിമുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ നമ്മളോടൊപ്പം പഞ്ചായത്ത് മെമ്പറാണ് ചേരുന്നത്. ചേട്ടാ, നാട്ടുകാരുടെ ആശങ്ക എങ്ങനെയാണ്? ഇത് 1 മാസ കാലയളവിൽ ഈ കടുവ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതിന് പുറകിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, ഈ മാനേജ്മെന്റ് ഭാഗത്തിൽ എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ അത് പൊടികൾ 1 മാസം മുൻപ് ഒരു കൂട് സ്ഥാപിച്ച് അതിൽ കിട്ടുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ കാറ്റ് വന്നപ്പോൾ ഇതിന് പുറകിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. എസ്റ്റേറ്റ് തൊഴിലാളിയാണ്, ഇവിടുത്തെ എല്ലാം 100 കണക്കിന് തൊഴിലാളി പണിയെടുക്കുന്ന മേഖലയാണ്. ഇടയ്ക്ക് ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിലും അതിനെ പിന്നീട് അത് സ്വമേധയാ കാട് കയറി പോവുകയായിരുന്നു. അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് അത് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇറങ്ങുന്നത് അറിയുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട് പാമ്പൻമലയിൽ നിന്ന് പിടിച്ച സമയത്ത്. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പിന് കഴിയുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഇപ്പം ഇത്തവണ ഇതിനെ തുരത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ പിടികൂടാനുള്ള ഒരു ദൗത്യം എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായ എല്ലാവിധമായ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭീതിയിലാക്കിയിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ദൂരീകരിക്കുക എന്നുള്ളതാണ്. ഇതിനെ ആദ്യം നിരീക്ഷിക്കുന്നുണ്ട്, എവിടെയാണെന്നുള്ള നിരീക്ഷണം നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ പ്രതികൂലമായ കാലാവസ്ഥ ഇതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ക്യാമറ ട്രാപ്പുകൾ ഏതാണ്ട് ഇതിന് വന്നു പോകാവുന്ന ഭാഗങ്ങളിൽ 10-20ഓളം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ മറ്റ് ഇതിൻ്റെ ആ ഒരു കഴിഞ്ഞ കുറേ ദിവസത്തെ അതിൻ്റെ ആ ഒരു റൂട്ട് നമുക്ക് കിട്ടിയ ഡോക്ടർമാർ തന്ന വനംവകുപ്പ് ഡോക്ടർമാർ തന്ന ആ ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഇവിടെയെല്ലാം കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിപ്പം ലാസ്റ്റത്തെ ഒരു കൂടാണ് ഇപ്പോൾ നമ്മൾ സ്ഥാപിക്കുന്നത്. ഇവിടെ ഒരു പ്രകൃതിദത്തമായ നിലയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ട് കാഫിനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഒരു പരമ്പരാഗതമായ നിലയിൽ കൂടി നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ ഒരു വനത്തിൻ്റെ ഒരു ഇതുണ്ടാക്കി പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ലക്ഷ്യം. എന്തായാലും എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഈ വണ്ടിപ്പെരിയാർ അരണക്കൽ ഭാഗത്താണ് ഒരു കടുവയെ പിടികൂടുന്നതിനിടെ വെടിവെച്ച് കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് വനംവകുപ്പ് നടത്തുകയും ചെയ്യുന്നത്. ഇതൊരു ആശങ്കയായി തുടരുന്ന കടുവയെ എത്രയും വേഗം പിടിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.